നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. പാർട്ട് 4 ഫോർ 6th 6ാം ക്ലാസ്സിൻ്റെ 4ാം ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് എക്സർസൈസാണ് ഞാൻ തരാൻ പോകണം കേട്ടോ. ശ്രദ്ധിക്കുക. ഇനി ബായേ ഹാത്ത് ക ഖേൽ ബഹുത്ത് सरल കാര്യം, വളരെ ഈസി ആയിട്ടുള്ള വർക്കാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. ഹോഷ് ഉഡ് ജാന ഘബറ ജാന ടു ഗെറ്റ് അപ്സെറ്റ്, പെട്ടെന്ന് നെർവസ് ആവുക, ഭയപ്പെട്ടു പോകുക, ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആവുന്ന ഒരവസ്ഥയ്ക്കാണ് കേട്ടോ അങ്ങനെ പറയുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, സഖ്യത്ത് സജ കഠാദണ്ഡ് ഹാർഡ് പണിഷ്മെൻറ്റ്, നല്ല പണിഷ്മെൻറ്റ്, നല്ല ഹാർഡായിട്ടുള്ള പണിഷ്മെൻറ്റ്, അതായത് ശിക്ഷ കിട്ടുക. സിർപ്പർ പയർ റിക്കർ ഭാഗന ഡർക്കർ ഭാഗന, പേടിച്ചോടുക. സിർപ്പർ പയർ റിക്കർ ഭാഗന എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഡർക്കർ ഭാഗന ടു റൺ അവേ, ഓടിപ്പോകുക, അത്ര സ്പീഡിൽ ഓടുക. കാരണം ഓടുമ്പോൾ തലയും മുട്ടണമെങ്കിൽ, കാലുകൾ തലയും മുട്ടണമെങ്കിൽ എത്ര സ്പീഡിൽ ഓടണം എന്ന് ആലോചിച്ച് നോക്കി. അത്ര സ്പീഡിൽ ഓടുന്നതിനാണ് സിർപ്പർ പയർ റിക്കർ ഭാഗന എന്ന് പറഞ്ഞാൽ അത്രയും പേടിച്ച് ഭയന്ന് ഓടുന്നതിനാണ് കേട്ടോ. നെക്സ്റ്റ്, ലംബ ഹാത്ത് മാർന ചാൽ ചലാന ടു ട്രിക്ക്, ലംബ ഹാത്ത് മാർന്ന വലിയൊരു കാര്യം ചെയ്യുക, അതായത് ട്രിക്ക് ചെയ്യുക, ഐഡിയ നടപ്പാക്കുക. ബഹാദൂരി വീരത, ബ്രേവറി, അതായത് നിർഭയത്വത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, ഭയമില്ലാതെ ചെയ്ത കാര്യം. അക്കൽമന്തി സമജ്ദാരി, സെൻസിബിൾ. അക്കൽമന്തി എന്ന് പറഞ്ഞാൽ ഒരു 6th സെൻസ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, അതാണ് അക്കൽമന്തി എന്ന് പറയുക. ഓക്കെ. നെക്സ്റ്റ്, ബാൽ ബാൽ ബച്ചന മുഷ്കിൽ സേ ബച്ചന, വളരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുക കേട്ടോ. വളരെ ബുദ്ധിമുട്ടി, വളരെ അറ്റപ്പറ്റ രക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടുന്നതിനാണ് ബാൽ ബാൽ ബച്ചന എന്ന് പറയുക. മുഷ്കിൽ സേ ബച്ചന, നാരോ എസ്കേപ്പ്, നാരോ എസ്കേപ്പ്. ഇനി ശബ്ദ ഭണ്ഡാർ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീനിങ് എഴുതുക കേട്ടോ. ദുഷ്മൻ എനിമി, സങ്കട്ട് ട്രബിൾ, ജൂണ്ട് ഹേർഡ്, ഹെഡ് ഓഫ് ഷീപ്പ്, ഹെഡ് ഓഫ് ഗോട്ട്, ഹെഡ് ഓഫ് ക്യാറ്റിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ ഒരു കൂട്ടം. അന്ധേര ഡാർക്ക്നെസ്, ഗുഫ കേവ്. മാന്ത് ഡെൻ, അച്ചാനക് സഡൻലി, ജാൻവർ ആനിമൽ, ചബാന ടു ച്യൂ, ചവച്ചരച്ച് തിന്നുന്നതിനാട്ടോ. താക്കന ടു സ്റ്റെയർ, ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതിനാണ് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ. മാന്ത് ഡെൻ, അച്ചാനക് സഡൻലി, ജാൻവർ ആനിമൽ, ചബാന ടു ച്യൂ, താക്കന ടു സ്റ്റെയർ, ദുഷ്മൻ എനിമി, സങ്കട്ട് ട്രബിൾ, ജൂണ്ട് ഹേഡ്, അന്ധേര ഡാർക്ക്നെസ്, ഗുഫ കേവ്. എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ. ഗീതഡ് ജക്കൽ, നിക്കമ യൂസ്ലെസ്, ധോക്ക ചീറ്റിംഗ്, ജട്പട്ന ടു ഗ്രാബ്, ഫടക്കന ടു വാണ്ടർ. ഇനി അഫ്യാസ് എക്സർസൈസ്, ബത്തായിയെ ആൻസർ ഓറലി. അടുത്ത ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ആൻസർ ഓറലി, ഓറലായിട്ട് ആണെങ്കിലും നിങ്ങളിത് എഴുതി പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. എഴുതേണ്ടത് തന്നെയാണ്, ഓറലല്ല, എഴുതേണ്ടതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1, ബക്രി കിസ്സെ ബിച്ചുടുകി, ബക്രി ആരിൽ നിന്നാണ് കൂട്ടം വിട്ട് പോയത്? ബക്രി അപ്നി ജൂണ്ട് സെ ബിച്ചുടുകി, ബക്രി തൻ്റെ കൂട്ടത്തിൽ നിന്നാണ് വിട്ടുപോയത്. ജൂണ്ട് എന്ന് പറഞ്ഞാൽ ഹേർഡാണ്, കളക്റ്റീവ് നൗണാണ് കേട്ടോ. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഹെഡ് ഓഫ് ക്യാറ്റിൽ, എ ഹെഡ് ഓഫ് ഷീപ്പ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. കളക്റ്റീവ് നൗണാണ്. ബക്രി കിസ്സെ ബിച്ചുടുകി, ബക്രി അപ്നി ജൂണ്ട് സെ ബിച്ചുടുകി, തൻ്റെ കൂട്ടത്തിൽ നിന്ന്. ആടുകൾ, ക്യാറ്റിലൊക്കെ ഒരു കൂട്ടമായിട്ടാണ് വനത്തിലൂടെ മേയുക അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് ജൂണ്ട്. ഓക്കെ. ബക്രി അപ്നി ജൂണ്ട് സെ ബിച്ചുടുകി. ക്വസ്റ്റ്യൻ നമ്പർ 2, ബക്രിക്കോ ഘബറാഹട്ട് കിസ് ലിയേ ഹുയി, എന്തുകൊണ്ടാണ് ബക്രി പെട്ടെന്ന് നെർവസ് ആകാനുള്ള കാരണം എന്താണ്? നമ്മുടെ ബക്രി പെട്ടെന്ന് ഭയന്നു പോയി, എന്താണ് കാരണം? ബക്രിക്കോ ഇസ്ലിയ ഘബറാഹട്ട് ഹുയി, ബക്രിക്ക് ഘബറാഹട്ട് ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വ ജൂണ്ട് സെ ബിച്ചുടുകി ഥി, അവൾ തൻ്റെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയി. ഔ ശാം ഹോനെ ലഗി ഥി, ഈവനിങ് വൈകുന്നേരമാകാനായിട്ടും തുടങ്ങി.
രാത്രിയാകാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ആടുകൾക്ക് ഒരു സമയം വരെ അത് ഭക്ഷണം കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് കയറും. ഇവിടെ ഈ ബക്രി തനിച്ചേ ഉള്ളൂ, തൻ്റെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടാണ് ബക്രിക്ക് ഘബറാഹട്ട്, ഭയം തോന്നാനുള്ള കാരണം. बकरी को इसलिए घबराहट हुई क्योंकि वह झुंड से बिछुड़ गई थी और शाम होने लगी थी. वाइज पढ़िए तो उस नंबर 3. बकरी को शेर हैरानी से क्यों देख रहा था. ഈ ബക്രിയെ ഈ ഷേർ എന്തുകൊണ്ടാണ് ഭയന്ന് നോക്കാനുള്ള കാരണം എന്താണ്? बकरी को शेर इसलिए हैरानी से देख रहा था. ബക്രിയെ ഈ ഗുഹയിലേക്ക് ഓടി കയറി വന്ന ബക്രിയെ ഷേർ എന്തുകൊണ്ടാണ് നോക്കിയത്? നോക്കിക്കേ, ക്യോങ്കി കിസി ജാൻവർക്ക് ഉസ്കി ഗുഫാമേ ഗുസ്നേക്ക് ഹിമ്മത്ത് നഹി ഥി. ഒരു ജാൻവറിനും അതിൻ്റെ ഗുഹയിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓടിച്ചെന്ന ഈ ആടിനെ, ഈ ബക്രിയെ ഷേർ ഭയത്തോടെ നോക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഷേറിന് പേടിയൊന്നുമില്ല കേട്ടോ. ഷേർ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ച് തിന്നുമായിരുന്നു. പക്ഷേ ഷേറിന് എത്ര ധൈര്യത്തോടെ തൻ്റെ ഗുഹയിലേക്ക് ഒരാട് കയറി വരുന്ന കണ്ടപ്പം ഭയന്ന് നോക്കി. बकरे को शेर इसलिए हैरानी से देख रहा था क्योंकि किसी जानवर को उनकी गुफा में घुसने की हिम्मत नहीं थी. ഒരു ജാൻവറിന് അതിൻ്റെ ഗുഹയിലേക്ക് ധൈര്യത്തോടെ കടന്നു വരാനുള്ള ഒരു താക്കത്ത്, ശക്തിയില്ലായിരുന്നു, ഹിമ്മത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഷേർ ഇത്ര ഭയന്ന് ആ ആടിനെ നോക്കാനുള്ള കാരണം. बकरी को शेर इसलिए हैरानी से देखा था क्योंकि किसी जानवर को उसकी गुफा में घुसने की हिम्मत नहीं थी. ഓക്കെ, എഴുതി വയ്ക്കുകയും പഠിക്കുകയും ചെയ്യാം കേട്ടോ. താങ്ക് യു. ഷേർ ഗീദടുക്കോ ക്യോം മാർ ദിയ. ഷേർ, ഈ സിംഹം എന്തിനാണ് ഈ ഗീദടിനെ കൊന്നത്? ഷേർ എന്തിനാണ് ഗീദടിനെ കൊന്നേ? ഗീദട് ഷേറിനെ രക്ഷിക്കാനായിട്ട് തുടങ്ങുമായിരുന്നില്ലേ? നമുക്ക് നോക്കാം എന്നാന്ന്. ഷേർ ഗീദടുക്കോ ഇസ്ലിയെ മാർ ദിയ ക്യോങ്കി ഉസെ ലഗാ कि गीदड़ ने उसे धोखा दिया है. ഷേർ ഗീദടുക്കോ ഇസ്ലിയെ മാർ ദിയ. ഷേർ ഗീദറിനെ ഈ കാരണം കൊണ്ടാണ് കൊന്നത്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉസെ ലഗ അവന് തോന്നി, കി ദാറ്റ് ഗീദറിനെ ഉസെ ധോക്ക ദിയാ ഹെ, ഈ ഗീദട് അവന് ചീറ്റ് ചെയ്യുകയാണ് എന്ന് തോന്നി. ഷേറിന് തോന്നി ഗീദട് തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന്. ധോക്ക ദിയ എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യുക കേട്ടോ. തന്നെ വഞ്ചിക്കുകയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഷേർ ഗീദടിനെ കൊന്നത്. ഓക്കെ, ഷേർ ഗീദടുക്കോ ഇസ്ലിയെ മാർ ദിയ ക്യോങ്കി ഉസെ ലഗ कि गीदड़ उसे धोखा दिया है. ഓക്കെ, ഇനി ശ്രവൺ കൗശലാണ്. ശ്രവൺ കൗശൽ ലിസണിങ് സ്കിൽ, കേൾക്കാനുള്ള സ്കില്ല്, കഴിവ്. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പനെ ജൂണ്ട് സെ കോൻ ബിച്ചുടുകൈ. തൻ്റെ ജൂണ്ട്, തൻ്റെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയതാണ്, കൂട്ടം വിട്ടുപോയത് ആരാണ്? ഏക ബക്രീനെ അപ്പനെ ജൂണ്ട് സെ ബിച്ചുടുകൈ. ഒരു ആടാണ് തൻ്റെ ജൂണ്ട്, തൻ്റെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയത്, കൂട്ടം തെറ്റിപ്പോയത് ആരാണ്? ഒരു ബക്രിയാണ്. ബക്രി, ഏക ബക്രി എന്ന് പറഞ്ഞാൽ ഒരു ബക്രി. ഒരു ബക്രിയാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും വിട്ട് പോയത്. ഏക ബക്രി അപ്പനെ ജൂണ്ട് സെ ബിച്ചുടുകൈ. ഓക്കെ, क्वेश्चन नंबर घ. बकरी जल्दी से जल्दी कहाँ पहुँचना चाहती थी. ബക്രി എത്രയും വേഗം എവിടെയാണ് ചെന്ന് ചേരാൻ ആഗ്രഹിച്ചത്? ബക്രി ജൽദി സെ ജൽദി അപ്നെ ഘർ പहुँचना चाहती थी. എത്രയും വേഗം തൻ്റെ വീട്ടിൽ ചെന്നെത്താനാണ് ബക്രി ആഗ്രഹിച്ചത്. ബക്രി ജൽദി സെ ജൽദി അപ്ന ഘർ ജാന ചാഹത്തി थी. സ്വന്തം വീട്ടിൽ എത്രയും വേഗം ചെന്നെത്താനാണ് ബക്രി ആഗ്രഹിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ ഗ. ബക്രിക്ക് ക്യാ ദിക്കായി ദിയ. ബക്രിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെന്ന് എത്തുകയില്ലെന്ന് ബക്രിക്ക് മനസ്സിലായി അല്ലേ? എവിടെയെങ്കിലും താമസിക്കേണ്ടത് ആവശ്യമാണെന്ന് ബക്രിക്ക് തോന്നി. അപ്പോൾ ബക്രി ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ബക്രി എന്താണ് കണ്ടത്? ബക്രിക്കോ ഏക്ക് ഗുഫ ദിക്കായി ദി. ഒരു ഗുഹയാണ് കണ്ടത് അല്ലേ? ബക്രി കണ്ടത് എന്താണ്? ഒരു ഗുഹയാണ്. ബക്രിക്കോ ഏക്ക് ഗുഫ ദിക്കായി ദിയ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഘ. ഗുഫാക്കെ അന്തർ കോൻ ബൈഠാത്ത. ഈ ഗുഹയുടെ അകത്ത് ആരാണ് ഇരുന്നത്? ഗുഫാക്കെ അന്തർ ഏക് ഖുങ്കാർ ഷേർ ബൈഠാത്ത. ഇത്ര ഭീകരനായ ഉഗ്രനായ ഒരു സിംഹമാണ് ആ ഗുഹയിലിരുന്നത്. മനസ്സിലായോ? ഗുഫാക്കെ അന്തർ ഏക്
ഖുങ്കാർ ഷേർ ബൈഠാ ഥാ. ഖുങ്കാർ എന്ന് പറഞ്ഞാൽ ഉഗ്രനായ ശക്തനായ ഭീകരനായ ഒരു സിംഹമാണ് ആ ഗുഹയിൽ ഇരുന്നത്. ഖുങ്കാർ ഷേർ ബൈഠാ ഥാ. ഗുഫാ കെ അന്തർ ഏക് ഖുങ്കാർ ഷേർ ബൈഠാ ഥാ. ഒന്നോടെ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ ग. बकरी जल्दी से जल्दी कहाँ पहुँचना चाहती थी? ബക്രി ജൽദി സെ ജൽദി അപ്ന ഘർ ജാന ചാഹത്തി തി. സ്വന്തം വീട്ടിൽ ചെന്നെത്താനാണ് ബക്രി എത്രയും വേഗം വീട്ടിൽ ചെന്നെത്താനാണ് ആഗ്രഹിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ ग. ബക്രിക്കോ ക്യാ ദിക്കായി ദിയ. ബക്രി എന്താണ് കണ്ടത്? ബക്രിക്കോ ഏക് ഗുഫ ദിക്കായി ദിയ. ഒരു ഗുഹയാണ് കണ്ടത്. ഗുഫാക്കെ അന്തർ കോൻ ബൈഠാ ഥാ. ഗുഹയുടെ അകത്ത് ആരാണ് ഇരുന്നത്? ഗുഫാക്കെ അന്തർ ഏക് ഖുങ്കാർ ഷേർ ബൈഠാ ഥാ. ഒരു ഭീകരനായ സിംഹമാണ് ഇരുന്നത്. ഓക്കെ. അന്തമേ ബക്രീനെ ക്യാ സോച്ച. അവസാനം ബക്രി എന്താണ് ആലോചിച്ചത്? ഈ ഖുങ്കാർ ഷേറിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടുപോയി. രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ ആണ് ആരോർത്തത്? ബക്രി ഓർത്തത്. നോക്കിക്കേ. അന്തമേ ബക്രീനെ ഏക്ക് തർക്കീബ് സോച്ചി. തർക്കീബ് എന്ന് പറഞ്ഞാൽ ഐഡിയ. ഈ സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനൊരു ഐഡിയ, ഒരു വഴിയാണ് നമ്മുടെ ബക്രി ആലോചിച്ചത് കേട്ടോ. രക്ഷപ്പെടാനൊരു വഴിയാണ്, ഐഡിയയാണ് ആലോചിച്ചത്. അന്തമേ ബക്രീനെ ഏക്ക് തർക്കീബ് സോച്ചി. നെക്സ്റ്റ് പ്രശ്നോം കെ ഉത്തർ ലിഖിയേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതുക. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ ക. ഗുഫാ മേ ബക്രീനെ ക്യാ ദേക്ക. ഈ ഗുഹയിൽ ബക്രി എന്താണ് കണ്ടത്? ഗുഫാ മേ ബക്രീനെ ഏക് ഖുങ്കാർ ഷേർ കോ ദേക്ക. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഒരു പ്രാവശ്യം തന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗുഫാ മേ ബക്രീനെ ഏക് ഖുങ്കാർ ഷേർ കോ ദേക്ക. ഗുഹയിൽ ബക്രി കണ്ടത് ഒരു ഭീകരനായ സിംഹത്തെയാണ്. ഗുഫാ മേ ബക്രീനെ ക്യാ ദേക്ക. ഗുഫാ മേ ബക്രീനെ ഏക് ഖുങ്കാർ ഷേർ കോ ദേക്ക. ഒരു ഭീകരനായ ഭയങ്കരനായ സിംഹത്തെയാണ് കണ്ടത്. ഓക്കെ, പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഖ. ബക്രി കോ ഷേർ ക്യോം താക്താ രഹ. ഈ ബക്രിയെ ഈ ഷേർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നത്? ഒരു ഭയന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ കാരണം എന്ത്? ബക്രിക്കോ ഷേറിനെ താക്താ രഹ ക്യോങ്കി അഭി തക്ക് കിസി ജാൻവർക്കോ ഉൻകി ഗുഫാ മേ ഘുസ്നെ കാ ഹിമ്മത്ത് നഹി താ. ഒരൊറ്റ മൃഗത്തിന് പോലും ഇതുവരെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സിംഹം ഈ ഷേറിനെ നോക്കിക്കൊണ്ടേ ഇരുന്നത്, ഭയന്ന് നോക്കാനുള്ള കാരണം. ബക്രിക്കോ ഷേറിനെ താക്താ രഹ ക്യോങ്കി അഭി തക്ക് കിസി जानवर को उनकी गुफा में घुसने का हिम्मत नहीं था. ओके. बकरी ने शेर को अपने व्रत के विषय में क्या बताया? ബക്രി ഷേറിനോട് തൻ്റെ വ്രതത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ബക്രീനെ ഷേർക്കോ അപ്നെ വ്രതക്ക വിഷയമേ ബതായ कि वह 50 चीते 20 हाथियों और 10 शेर को चबाने का व्रत लिया है. ഇങ്ങനെയാ പറഞ്ഞ് ബക്രി ഷേറിനോട് പറഞ്ഞു, തൻ്റെ വ്രതത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഞാൻ 50 ചീത്തയും 50 പുലികളെയും 20 ഹാത്തിയും 20 ആനകളെയും 10 ഷേർക്കോ 10 സിംഹങ്ങളെയും ചബാനക്ക ചുമ്മാ ചവച്ചരച്ച് തിന്നാം എന്ന വ്രതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാണ് ബക്രി ഷേറിനോട് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ ഥ. ഗീദർ ഷേർ കോ ഉൻകി ഗുഫാ മേ വാപ്പസ് ലേ ആയ. ഗീദർ എന്താണ് ഷേറിനെ അതിൻ്റെ ഗുഫയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്? ഗീദർ ഷേർ കോ ഉസ്കി ഗുഫാ മേ വാപ്പസ് ലേ ആയ. ഗീദർ സിംഹത്തെ തൻ്റെ ഗുഹയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ക്യോങ്കി ഉസ്നെ ജാൻതാ ഥാ. അതിനെ അറിയാമായിരുന്നു. കി ബക്രി ഷേർ കോ ധോക്ക ദേ രഹാ ഹെ. ഈ ബക്രി, ഈ ആട് ഈ ഷേറിനെ ചതിക്കുകയാണ് എന്ന്, വഞ്ചിക്കുകയാണ് എന്ന് ഗീദറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗീദർ ഷേറിനെ വിളിച്ചുകൊണ്ട് ഗുഹയിലേക്ക് തിരിച്ചു വന്നത്. ഓക്കെ, നോക്കിക്കേ. അപ്പം गीदड़ ने शेर को उसकी गुफा में वापस क्यों ले आया? गीदड़ शेर को उसकी गुफा में वापस ले आया क्योंकि उसने जानता था कि बकरी शेर को धोखा दे रहा है. ഈ ബക്രി ഷേറിന് ധോക്ക, ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗുഹയിലേക്ക് വീണ്ടും സിംഹത്തെ തിരിച്ച് കൊണ്ടുവന്നത്.
क्वेश्चन नंबर गीदड़ और शेर को देखकर बकरी ने क्या तरकीब लगाई? ഗീദട് ഷെറിനെ കണ്ട് ബക്രി എന്ത് ഐഡിയയാണ് പെട്ടെന്ന് പ്രയോഗിച്ചത്? ഗീദർ അവർ ഷെർക്കോ ദിക്കുകർ ബക്രീനെ തർക്കീബ് ലഗായി. ഷെറിനെയും സിംഹത്തെയും കണ്ടപ്പോൾ ബക്രി പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ പ്രയോഗിച്ചു. എന്താണ്? കി ഗീദട് ഷെർക്കോ ധോക്ക ദേ രഹി ഹെ. ഈ ഗീദട് ഷെറിനെ ചതിക്കുകയാണ് എന്ന രീതിയിൽ ആര് പെരുമാറി? ബക്രി പെരുമാറി. അതാണ് ബക്രി തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഐഡിയ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കൂ കേട്ടോ. ഗീദട് और शेर को देखकर बकरी ने क्या തർക്കീബ് ലഗായി. ഗീദടിനെയും ഷെറിനെയും നോക്കിക്കൊണ്ട് ബക്രി എന്ത് ഐഡിയ ആണ് പ്രയോഗിച്ചത്? ഗീദട് और शेर को देखकर बकरी ने तरकीब लगाई कि गीदड़ शेर को धोखा दे रही है. ഗീദട് ചതിച്ച് ഗുഹയിലേക്ക് കൊണ്ടുവരികയാണ് എന്ന രീതിയിലാണ് बकरी പെരുമാറിയത്. ഓക്കെ, പേജ് നമ്പർ 21. കഹാനി की घटना के क्रम के अनुसार സംഖ്യ ലിഖിയെ. അതായത് കഥയിൽ ക്രമമായിട്ട് വരുന്ന അനുസരിച്ച് നമ്മൾ നമ്പർ എഴുതണം കേട്ടോ. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ എഴുതുക. ഏ നിക്കമേ ഗീദട് തും ഏക് ഷെർ ഹിലായെ മേ തുമേ ഇസ്കി സജ ദൂങ്കി കേട്ടോ. അത് ഫസ്റ്റ് വൺ, നാലാമത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ഞാനിവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ നമ്പർ എഴുതുക. അപ്പനി ബഹാദുരി അവർ അക്കൽമന്ദി സെ ബക്രീനെ അപ്പനി ജാൻ ബച്ചായി. അത് 6th വണ്ണാണ്. ബക്രീക്ക് ബാത്ത് സുൻകർ ഷെറിനെ ഗീദട് को मार दिया. बकरी की चलाकी समझकर गीदड़ शेर को वापस ले आया. അത് 3rd വണ്ണാട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതേണ്ടത് ഷെർ को देखकर ബക്രീനെ തർക്കീബ് സോച്ചി. അതാണ് സെക്കൻഡ്. 50 चीते 20 हाथी खाने का बाद अब 10 शेरों की तलाश में है. അത് 2nd വണ്ണാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നമ്പർ, അതനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഭാഷാ കൗശൽ ലാംഗ്വേജ് സ്കിൽസ്. സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖോ. അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക. പര്യായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. പര്യായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അന്ധേര അന്ധകാർ തമ. അന്ധേര അന്ധകാർ തമ. ഷേർ വനരാജ് കേസരി. ഷേർ വനരാജ് കേസരി. ക്വസ്റ്റ്യൻ നമ്പർ 3. ജംഗിൾ വൻ കാനൻ. ജംഗിൾ വൻ കാനൻ. ഒന്നുകൂടെ നോക്കിക്കേ. അന്ധേര അന്ധകാർ തമ. ഷേർ വനരാജ് കേസരി. ജംഗിൾ വൻ കാനൻ. ഓക്കെ, വചൻ ബദൽക്കർ ലിഖിയെ. വചൻ ബദൽക്കർ ലിഖിയെ എന്ന് വെച്ചാൽ ചേഞ്ച് ദ നമ്പർ. ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ബക്രി ബക്രിയ. ഗുഫ ഗുഫായെ. ആങ്ക് ആങ്കേ. രാത് രാത്തേ. ഷേർ ഷേർ തന്നെയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബഹുവചന രൂപം. ബക്രിയുടെ ബഹുവചന രൂപമാണ് ബക്രിയ. ഗുഫ ഗുഫായെ. ആങ്ക് ആങ്കേ. രാത് രാത്തേ. ഷേർ ഷേരോം എന്നെഴുതാം, അല്ലെങ്കിൽ ഷേർ എന്നെഴുതാം കേട്ടോ. ഷേരോം എന്ന് പറഞ്ഞ സിംഹങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വിശേഷൺ അവർ വിശേഷ്യ. വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വാക്കുകൾ കൊണ്ടാണോ വിശേഷിപ്പിക്കുന്നത് ആ വാക്കിനാണ് വിശേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിശേഷൻ അവർ വിശേഷ്യ. നിങ്ങൾക്കറിയില്ലാത്തവർ അത് എടുത്ത് കണ്ട് പഠിക്കുക. ഓക്കെ, വിശേഷ്യ. വിശേഷ്യം എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അതായത് സംജ്ഞ, ഏതെങ്കിലും സംജ്ഞയെയോ സർവനാമത്തെയാണല്ലോ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾക്കാണ് വിശേഷ്യം എന്ന് പറയുന്നത്. അനുഭവി ബക്രി. ഖുങ്കാർ ഷെർ. ബീസ് ഹാത്തി. സഖ്യത്ത് സജ. 50 चीटे. चलाक गीदड़. अनुभवी बकरी. खुंगार शेर. बीज हाथी. सख्यत सजा. 50 चीटे. चलाक गीदड़. അതായത് വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ് അല്ലേ. ഏത് വാക്കുകൾ കൊണ്ടാണോ ഒരു സംജ്ഞയെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അത്തരം വാക്കുകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്. വിശേഷിക്കപ്പെടുന്ന ഏത് വാക്കിനെയാണോ അതിനെയാണ്. എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ,
മേം ഓർ മേം കാ പ്രയോഗ. ഫസ്റ്റ് മേം എന്ന് പറഞ്ഞാൽ ഐ എന്നാണ്. ഐ, ഞാൻ. മേം എന്ന് പറയുമ്പോൾ ഇന്ന്. രണ്ട് ചിഹ്നമുള്ള മേമിന് ഐ എന്നും ഒരു ചിഹ്നമുള്ള മേമിന് ഇൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം മേ ഓർ മേ കാ പ്രയോഗമാണ്. ഫസ്റ്റ് വൺ, മേ ജംഗിൾ കി ബക്രിയോം കി റാണി ഹോം. ഞാൻ കാട്ടിലെ ആടുകളുടെ റാണിയാണ്. രണ്ടാമത്, കിസി ജാൻവർ കോ ഉസ്കി ഗുഫാമേ, ഗുഹയിൽ കുസ്നേക്ക് ഹിമ്മത്ത് നഹിത. അവൾ ഒരു ജാൻവറിനും അതിൻ്റെ ഗുഹയിൽ പ്രവേശിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന ഇൻ എന്നർത്ഥം വരുന്ന മയമാണ് കേട്ടോ. തേർഡ് വൺ, अब तक मैं 50 चीटे और 20 हाथी को खा चुकी हूँ. मैम, ഇതുവരെ ഞാൻ എന്ന അർത്ഥം വരുന്ന രണ്ട് ചിഹ്നമുള്ള മേമാണ് അവിടെ എഴുതേണ്ടത്. ഞാൻ എന്ന അർത്ഥം വരുന്ന മേം. ഓക്കെ, ഞാൻ ഇതുവരെ 50 പുലികളെയും 20 ഹാത്തികളെയും അതായത് ആനകളെയും തിന്നു തീർത്തു. നെക്സ്റ്റ്, രാസ്തേമേ ഷേർക്കോ ഏക്ക് ഗീതടുമില്ല. വഴിയിൽ സിംഹത്തിന് ഒരു ഗീതനെ കണ്ടു. സിംഹം ഒരു ഗീതനെ കണ്ടു. അപ്പം മേ ഇൻ എന്ന് പറയുന്ന അർത്ഥം വരുന്ന മേമാണ് അവിടെ വേണ്ടത്. നെക്സ്റ്റ്, इससे पहले कि तुम मुझे खाओ मैं नहाना चाहता हूँ. ആ മേം ഇതിന് ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞ് നീ എന്നെ തിന്നുക. അപ്പോൾ അവിടെ മേൻ നഹാന ചാത്താഹും, ഞാൻ കുളിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഐ എന്നർത്ഥം വരുന്ന മേമാണ് വേണ്ടത്. ഓക്കെ, ആയിയെ ഗുഫാമേ ചലെ, വരൂ ഗുഹയിലേക്ക് പോകാം. അവിടെ വേണ്ട ഗുഹയിൽ അല്ലേ. അപ്പം ഇൻ എന്നർത്ഥം വരുന്ന മേമാണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ പൂരിപ്പിക്കുക കേട്ടോ. ഓരോ മേം അവർ മേമിൻ്റെ അർത്ഥം ആലോചിക്കുക. രണ്ടും, ഒന്ന് ഇൻ എന്ന അർത്ഥം വരുവാണ്, മറ്റത് ഐ എന്നർത്ഥം വരുന്ന വാക്കാണ്. ഓക്കെ, രണ്ടിൻ്റെ ഉച്ചാരം മേം എന്നാണ്. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. അത് നമുക്ക് മുഹാവരോം കെ അർത്ഥ സമझे और വാക്യ ബതായിയെ. മുഹാവര തന്നിരിക്കുന്ന മുഹാവരം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം അത് കൂട്ടി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 1, ബായേ ഹാത്ത് കാ ഖേൽ ഹോന. നമ്മുടെ ഇടത് കൈ കൊണ്ടുള്ള ജോലി, അതായത് വളരെ ഈസി വർക്ക് എന്നുള്ള രീതിയാണ്. വളരെ എളുപ്പമുള്ള കാര്യം. ബഹുത്ത് ആസാൻ കാം, വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാവുന്ന കാര്യം. ഓക്കെ, IAS की परीक्षा में सफल होना कोई बाएं हाथ का खेल नहीं है. तुम्हें बहुत परिश्रम करने पड़ेगा, അല്ലെങ്കിൽ ബഹുത്ത് പരിശ്രമം കർണ ചാഹിയെ. IAS പരീക്ഷ എഴുതുക എന്നത് വളരെ എളുപ്പമായ കാര്യമല്ല. അതിൽ വിജയം വരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. നിനക്ക് നന്നായി പരിശ്രമിക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. IAS की परीक्षा में सफल होना कोई बाएं हाथ का खेल नहीं है. വളരെ എളുപ്പമുള്ള കാര്യമല്ല. നിനക്ക് നന്നായി പരിശ്രമിക്കേണ്ടി വരുമെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ആ വാക്ക് കൂട്ടി ഒരു സെൻറ്റൻസ് മേക്കിംഗ് ആണ് കേട്ടോ. ബായേ ഖാത്ത് കാ ഖേൽ ഹോന, അത് കൂട്ടി അതിൻ്റെ അർത്ഥമാണ് ബഹുത്ത് ആസാൻ ഹോന. ഇത് കൂട്ടി ഒരു സെൻറ്റൻസാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതാണ് IAS की परीक्षा में सफल होना कोई बाएं हाथ का खेल नहीं, तुम्हें बहुत പരിശ്രമം കർണ പടേഗ എന്ന, അല്ലെങ്കിൽ ബഹുത്ത് പരിശ്രമം കർണ ചാഹിയെ എന്നുള്ള ആ വാക്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, സിർ पर पैर रखकर भागना, बहुत तेजी से भागना. വേഗത്തിൽ ഓടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭയന്ന് സ്പീഡിൽ ഓടുക. ഭയം വന്നാൽ അത്ര സ്പീഡിൽ ഓടും അല്ലേ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടും. ജൈസെ പോലീസ് കെ സൈറൻ കെ ആവാജ് ആയി ചോർ സിർ പർ പയർ രക്കർ ഭാഗ. പോലീസിൻ്റെ സൈറൻ മുഴങ്ങിയതും കള്ളൻ എന്ത് ചെയ്തു, വളരെ സ്പീഡിലോടി. അത്ര സ്പീഡിലോടി എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. सिर पर पैर रखकर भागना, डर कर तेजी से भागना. जैसे पुलिस के सायरन की आवाज़ आई चोर सिर पर पैर रखकर भागा. जैसे पुलिस की सायरन की आवाज़ आई चोर सिर पर पैर रखकर भागा. ഓക്കെ, ഇച്ചിരി പാടാണ് ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി, വേഗം പഠിക്കാനായിട്ട് പറ്റും. അത്ര ബായേ ഹാത്ത് കാ ഖേൽ നഹീ ഹൈ, ഏഹ പഠന കെ ലിയേ. ഓക്കെ, അപ്പോൾ अच्छे से पढ़ना सुनना. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 3, ബാൽ ബാൽ ബച്ചന.
ദുർഘടനാസെ തോടാസ ബച്ചന, അതായത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിൽ, ഒരു സിറ്റുവേഷനിൽ അപകടത്തിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൂട്ടി നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ്. ട്രെയിൻ മേ ഊപ്പർ രഖ ബക്സ ഗിര ഏക്കലെടുക്ക ബാൽ ബാൽ ബച്ച. ട്രെയിനിൽ മോളിൽ വെച്ചിരുന്ന ഒരു ബോക്സ് താഴേക്ക് വീണു. ആ ആക്സിഡൻറ്റിൽ നിന്നും ഏക്കലെടുക്ക ഒരു ആൺകുട്ടി ബാൽ ബാൽ ബച്ചുകയ കഷ്ടി രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ മീനിങ്. ലംബാ ഹാത്ത് മാർന അസാധാരണ ഉപലബ്ധി പാന. ലംബാ ഹാത്ത് മാർന എന്ന് പറഞ്ഞാൽ എന്തോ അസാധാരണമായി സംഭവിക്കുക, സാധാരണമല്ലാതെ സംഭവിക്കുന്നതിനാണ് പറയുക കേട്ടോ. തുമേ ബഹുത്ത് ബഹുത്ത് ബദായം ഹോ ഇസ് ബാർ തുമ്നെ ലംബാ ഹാത്ത് മാറാ ഹെ. നിനക്ക് വളരെയേറെ അഭിനന്ദനങ്ങൾ, ഈ പ്രാവശ്യം നീ വളരെ അധികം ഒരു അസാധാരണമായിട്ടുള്ള കാര്യം ചെയ്തു, അതുകൊണ്ട് നിനക്ക് വളരെയധികം അനുമോദനങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തുമേ ബഹുത്ത് ബഹുത്ത് ബദായം ഹോ ഇസ് ബാർ തോ തുമ്നെ ലംബാ ഹാത്ത് മാറാഹെ. ഈ പ്രാവശ്യം നീ വളരെയധികം നല്ല കാര്യം ചെയ്തിരിക്കുന്നു, വളരെ വിശേഷപ്പെട്ട കാര്യം നീ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിനക്ക് ഒരുപാട് ധന്യവാദം, അതായത് നിനക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇതാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. നിങ്ങൾ പഠിക്കുക കേട്ടോ. അങ്ങനെ ഈ പാഠത്തിൻ്റെ കംപ്ലീറ്റ് എക്സർസൈസും തീർന്നു കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എല്ലാം എഴുതി വയ്ക്കുക. ഓക്കെ.